ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബി മാളവികയും കൂട്ടി എവിടെയാണ് പോവുക. അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണേ സാറേ എന്ന് ചോദിക്കുമ്പം അതൊക്കെ പറയാം. പിന്നെ ഈ സാറേ എന്നുള്ള വിളിയുണ്ടല്ലോ, അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ മാനേജറാണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരികയാണെന്ന് പറയുന്ന മാളവികയോട് നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അബി പറയുക. നമ്മൾ ആൾക്കാരും പരസ്പരം ഇഷ്ടപ്പെടുന്ന ആണും പെണ്ണുമാണെന്നൊക്കെ പറയുന്നു. അവിടെ മറ്റു ഫോർമാലിറ്റീസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുക അബി. അപ്പം മാളവികയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഡേവിഡ് സാർ ഇന്നലെ ഒരു സ്റ്റാഫിനെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്ന കണ്ടല്ലോ, MDയുടെ ഒരു പവറിലാണ് അദ്ദേഹം സംസാരിച്ചതെന്നും എനിക്കപ്പോൾ ചിരിയാ വന്നതെന്നും മാളവിക പറഞ്ഞപ്പോൾ എന്തിനാന്ന് ചോദിച്ചു. അല്ല, അയാളല്ലല്ലോ കമ്പനിയെ നിയന്ത്രിക്കുന്നത്, അത് അയാൾ ചില അധികാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് അയാൾ മിസ്യൂസ് ചെയ്തിരുന്നാൽ കൊള്ളാമെന്ന് അബി. അല്ല, ശരിക്കും AN ജ്വല്ലറിയുടെ MD സാറാണോ എന്നിങ്ങനെ മാളവിക അബിയോട് ചോദിക്കുമ്പം അയ്യോ അബിക്കൊരു ചിരിയൊക്കെ. അല്ല, അതേപ്പറ്റി ചോദിക്കുമ്പോൾ സാറൊരു ചിരിയിലത് ഒതുക്കുവാണ് കേട്ടോ എന്ന് മാളവിക. ആ ചിരിയിൽ എല്ലാം ഉണ്ട് മാളവികയെന്ന് അബി അന്നേരം മാളവികയോട് പറഞ്ഞു. നീ എന്നോട് ചോദിച്ചത് AN ജ്വല്ലറിയുടെ MD ഞാനാണോ എന്നാണ്, അല്ലെങ്കിൽ അല്ല എന്ന് എനിക്ക് തുറപ്പിച്ച് പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം ആണല്ലേ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായ അർത്ഥത്തിലല്ല, നാളെ അത് ആകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സാറിലേക്ക് കൈമാറുന്ന ആളാണ് കമ്പനിയുടെ യഥാർത്ഥ ഓണറല്ലേ എന്ന് മാളവിക ചോദിക്കുമ്പം അങ്ങനെ ഒരു ഓണർ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ആ ആൾ ഞാനും തമ്മിൽ മാള് ചിന്തിക്കുന്നതിനപ്പുറം ഒരു ബന്ധമുണ്ടെന്ന് കൂട്ടിക്കോ എന്നൊക്കെ അബി. അത് കേട്ടപ്പം എന്താ അച്ഛൻ മകൻ ബന്ധം വല്ലതും ആണോ എന്ന് മാളവിക ചോദിക്കുമ്പോൾ അബി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ടൊരു ചിരി അങ്ങ് ചിരിച്ചു. നീ നിൻ്റെ ഭാവനയിലൂടെയാണ് പല ഡിസൈൻസും വരച്ചെടുക്കുന്നത്. ആ ഭാവന നിനക്ക് നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് നീ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് മാളവിക ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്ന് അബി മാളവികയോട് പറയണു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ മാളവികയ്ക്ക് ടെൻഷനുണ്ട് ശരിക്കും. അപ്പോൾ മാളവിക ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അബി ചോദിച്ചു, എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ഞാൻ നമ്മുടെ കമ്പനിയിൽ എത്തിയതും സാറുമായി പരിചയപ്പെട്ടതൊക്കെ ഒന്ന് ഓർക്കായിരുന്നു എന്ന് മാളവിക അബിയോട് പറഞ്ഞു. എല്ലാം ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നണതെന്നും ആ സ്വപ്നത്തിന് ചിറകും മുളച്ചിട്ടില്ല കേട്ടോ ഇതുവരെ, അതിന് നമ്മൾ മനസ്സ് വയ്ക്കണം എന്ന് അബി ഇങ്ങനെ മാളവികയോട് പറയുമ്പോൾ മാളവിക ഒന്ന് ചിരിച്ച് കാണിച്ചു. അങ്ങനെ അബിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുക. അപ്പോൾ അബിയെ കണ്ടപ്പം എൻ്റെ നോട്ടം ഉദ്ദേശമൊന്നും ശരിയല്ലല്ലോ, ഇനി എങ്ങോട്ടാണ് എന്തോ എന്നെ കൊണ്ടുപോകണേ എന്നും പറഞ്ഞുകൊണ്ട് മാളവിക ഇങ്ങനെ വണ്ടിയിലിരിക്കുക. ഈ സമയം ഒരു വലിയൊരു ഹോട്ടലോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു മാളവിക. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ലതാണ്, നമുക്ക് എന്തെങ്കിലും കയറി കഴിക്കാമെന്ന് പറഞ്ഞു. അയ്യോ വേണ്ടായിരുന്നല്ലോ, AN ജ്വല്ലറിയുടെ ക്യാബിലിരുന്ന് വെറുതെ 2 വാക്ക് സംസാരിക്കുന്നതല്ലാതെ നമ്മൾ ഒരുമിച്ച് പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ മാളു എന്ന് അബി അന്നേരം പറഞ്ഞു. പിന്നെ മനസ്സ് തുറന്ന് കുറച്ച് സമയം സംസാരിക്കണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരണമെന്ന് പറഞ്ഞപ്പം വേണ്ടായിരുന്നു സാറെന്ന് പറഞ്ഞു മാളവിക. അപ്പോൾ എനിക്കൊപ്പല്ലേ വരുന്നത്, പിന്നത്തെ കുഴപ്പം, അതാണ് എൻ്റെ പേടി എന്ന് മാളവിക മനസ്സിലന്നേരം പറയുക. മാളു, നിനക്കെതിരെ ശക്തമായ ആക്ഷൻ എടുക്കണമെന്ന് മാനേജ്മെൻറ്റ് തീരുമാനിച്ചതാണ്. പക്ഷെ ആ തീരുമാനം തിരുത്തിച്ചത് പോലും ഞാനാണെന്ന് പറയുമ്പം അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ സാർ, കമ്പനിക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ മാറ്റിക്കോട്ടെ എന്ന് മാളു. അപ്പോൾ അയ്യോ അങ്ങനെ പറയരുത് മാളു, നിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പോലും പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അല്ല, സാറിൻ്റെ വൈഫ് അവിടെ ഉണ്ടാവുമല്ലോ സാറെന്ന് പറഞ്ഞപ്പം അവളുടെ കാര്യം എന്തിനാ നീ ഇപ്പം ഇവിടെ പറയുന്നത്, എങ്ങനെയോ ഒരു കുഞ്ഞുണ്ടായിപ്പോയി, അത് തന്നെ എൻ്റേതാണോ എന്നൊരു നിശ്ചയം പോലും ഇല്ല എന്നാണ് അബി പറഞ്ഞത്. അവളൊരു അഴിഞ്ഞാട്ടക്കാരിയാണ്, അതുകൊണ്ടാണ് മോഡലായിട്ട് വിളിച്ചപ്പോൾ അവൾ ഇറങ്ങി പുറപ്പെട്ടതെന്നും പൈസ കിട്ടുമെങ്കിൽ അവൾ എന്നാ വേണമെങ്കിലും ചെയ്യും. അങ്ങനെയാണോ എന്ന് മാളവിക ചോദിക്കുമ്പോൾ മാളു നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അബി എന്നിട്ട് മാളവികയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ അവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അല്ല മടുത്തു മാളു, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് അഭയം തേടിയത്. ആ സമയത്ത് നീ എന്നെ ഇങ്ങനെ നിരാശപ്പെടുത്തല്ലേ എന്ന് അഭി പറഞ്ഞപ്പം നമ്മൾ തമ്മിൽ നല്ല സൗഹൃദമാണല്ലോ സാറെന്ന് മാളവിക പറയുക. ആ സൗഹൃദത്തിനൊരു വളർച്ചയൊക്കെ വേണ്ടേ? നേരം സാറേ ഇതുപോലുള്ള ഹോട്ടലിലൊക്കെ വരുവാണെന്ന് പറഞ്ഞാൽ അത് പരിചയക്കാരാരെങ്കിലും കണ്ടാൽ മോശമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആരെങ്കിലും കാണുവാണെങ്കിൽ അത് എൻ്റെ പരിചയക്കാരായിരിക്കുമെന്ന് അഭി. മാളവികയ്ക്ക് ഇവിടെ അധികം ആരെയും പരിചയമില്ലല്ലോ എന്ന് ഇയാൾ ചോദിക്കുക. അതും എന്ന് മാത്രമല്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്,
അപ്പോൾ ഇവൻ്റെ ഉള്ളിലുള്ളത് മുഴുവനും ചോർത്തിയെടുത്തേ പറ്റുമെന്നും അതുകൊണ്ട് സഹിക്കാമെന്നും മാളവിക മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കാം. അത് കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി രണ്ടുപേരും വരൂ എന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കയറി. അത് കഴിഞ്ഞ് ലിഫ്റ്റിൽ നിന്ന് വന്ന് ഇറങ്ങി ഒരു മുറിയുടെ കീ എടുത്ത് ഇവൻ ചെന്ന് തുറന്നു. അപ്പോൾ ഈ റൂമിലേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കല്ലേ വന്നത്, ഇവിടെ എന്താ സാർ? അപ്പോൾ നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം എന്ന് അഭി പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ടാന്ന് മാളവിക പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയും വന്നേ എന്ന് പറഞ്ഞ് മാളവികയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ദേ മാളവികയ്ക്കാണെങ്കിൽ പേടിയായി തുടങ്ങി, കയ്യും കാലും വിറയ്ക്കാനും തുടങ്ങി. അപ്പോൾ എന്ത് സാറേ ഇത്, എന്താ എന്നെ പേടിയാണോ മാളുവിന്? നിങ്ങൾ വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് മാളവികയെ വിളിക്കുമ്പം അല്ല റെസ്റ്റോറൻറ്റിൽ പോകാമെന്നും പറഞ്ഞല്ലേ എന്നെ കുട്ടി വന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകാമല്ലോ, ഇതേ എൻ്റെ പരിചയത്തിലുള്ളൊരു ഹോട്ടലാണ്, ഏതായാലും നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം, ഞാൻ രണ്ട് ജ്യൂസ് പറയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും വേണ്ട, എനിക്ക് പോകണമെന്ന് മാളവിക പറയുമ്പോൾ എന്താ മാളു ഇതാ നല്ല മെച്യൂരിറ്റി ഉള്ള പെൺകുട്ടിയല്ലേ നീ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഭയന്നാലോ? എന്തെങ്കിലും മീറ്റിങ്ങിന് ഹോട്ടലുകളിൽ പോകും നല്ലത്, ഞാനിങ്ങനെ അന്യ ആണുങ്ങൾക്കൊപ്പം ഹോട്ടലിൽ പോകാറില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ നിനക്ക് അന്യനാണോ? അത് കൊള്ളാം, ദേ നീ അങ്ങനെ പറഞ്ഞത് ഇവിടെയാണ് കേട്ടോ തട്ടിയതെന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈയൊക്കെ വെച്ച് കാണിച്ചു കൊടുക്കാം. അപ്പോൾ പ്ലീസ് സാർ റെസ്റ്റോറൻറ്റിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് മടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ മടങ്ങിയാൽ ശരിയാവുമോ മാളു എന്ന് ഈ അഭി മാളവികയോട് ചോദിക്കാം. ദേ ഇവിടെ നമ്മൾ രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് നമ്മൾ വന്നത് ആരും അറിഞ്ഞിട്ട് പോലും ഇല്ലല്ലോ, എൻ്റെ ഭാര്യയും നിൻ്റെ ഹസ്ബൻഡും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ മാളവികയ്ക്ക് ടെൻഷനായി. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പം സാർ സംസാരിക്കണമെങ്കിൽ റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിച്ചൂടെ, ഫ്രഷ് ആകണമെങ്കിൽ അവിടെ വാഷ്റൂം ഇല്ലേ? അപ്പോൾ എൻ്റെ മാളും ഞാൻ എൻ്റെ മനസ്സിലുള്ളതൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞില്ലേ, നീ എന്തൊന്നും മനസ്സിലാക്കാത്തത്? ദേ നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ആ ഇഷ്ടം ഞാൻ നിന്നോട് പറഞ്ഞപ്പം നീ അത് പുഞ്ചിരിയോടെ സ്വീകരിക്കുകയും ചെയ്തതല്ലേ, എന്നിട്ട് ഇപ്പോൾ നമുക്ക് ഒന്നിച്ചിരിക്കാൻ ഒരു അവസരം വന്നപ്പോൾ ഇങ്ങനെ സഹകരിക്കാതിരുന്നാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതൊന്നും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല എന്ന് മാളവിക. അത്യാവശ്യം റെസ്റ്റോറൻറ്റിലേക്കോ പാർക്കിലേക്കോ ബീച്ചിലേക്കോ ഒക്കെ വരാം, അതിനപ്പുറം ഇങ്ങനെ ഹോട്ടലിൽ റൂം എടുത്ത് അതിനകത്തിരിക്കുന്നത് ശരിയല്ല എന്ന് മാളവിക പറയുമ്പോൾ എന്നും പറഞ്ഞ് മാളവികയെ ചെന്ന് തോളത്ത് കൈ വെച്ചിട്ട് 1-2 മണിക്കൂർ അത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞു. മര്യാദയുടെ ഭാഷയിലാണ് ഞാൻ ഇതുവരെ സംസാരിച്ചതും, ഇനി ഹാർഷായിട്ട് സംസാരിക്കാൻ സാർ അവസരം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അപ്പം നീ ഹാർഷായിട്ട് സംസാരിച്ചാലും എനിക്ക് സോഫ്റ്റായിട്ട് തോന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാളവികയെ കയറി ഇങ്ങനെ മോശമായ രീതിയിൽ പിടിക്കുകയാണ് ഈ അഭി. അപ്പോഴത്തേക്ക് മാളവിക ഡോറ് തുറന്ന് ഓടിപ്പോകാൻ നോക്കിയപ്പോഴത്തേക്കും ഇവൻ വീണ്ടും ചെന്ന് മാളവികയെ പിടിച്ചു. അപ്പം നിന്നെപ്പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുള്ളവനാണ് ഞാനെന്നും പറഞ്ഞ് മാളവികയെ വീണ്ടും ഇവൻ കയറി കെട്ടിപ്പിടിച്ചു. അപ്പോൾ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോൾ നിന്നോട് സാലറി കൂട്ടിത്തരാമെന്ന് പറഞ്ഞതല്ലേ, നിന്നോട് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൻ ഭയങ്കരമായിട്ട് മാളവികയോട് ദേഷ്യപ്പെടുക. അപ്പോൾ എനിക്ക് എൻ്റെ മാനം വിറ്റിട്ട് നിൻ്റെ സ്ഥാനക്കയറ്റവും സ്ഥാനമാനങ്ങളൊന്നും സാലറി ഒന്നും വേണ്ടടാന്ന് പറഞ്ഞു മാളവിക. വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഇന്ന് നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് നടക്കാതെ വിടില്ലടി എന്ന് പറഞ്ഞു. ആ സമയത്ത് അബിയുടെ ചെവിക്കല്ല് തീർത്തൊരു ഒറ്റ അടി കൊടുത്തിട്ട് നമ്മുടെ മാളവിക വീണ്ടും ഇറങ്ങി ഓടാൻ നോക്കുക. ഓടാന്നും പറഞ്ഞ് അബിയെ പിടിച്ചൊരു ഒറ്റ തള്ളും തള്ളി മാളവിക അവിടെ നിന്ന് ഇറങ്ങി ഓടി. അങ്ങനെ മാളവിക അവിടെ നിന്ന് ഇറങ്ങി ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അബിക്ക് ആകെ ഇതായിപ്പോയി. അബി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് മാളവികയെ കാത്ത് കുറേ പേർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറേ ഗുണ്ടകൾ. അപ്പോഴത്തേക്കും ആ ഓട്ടോക്കാരനെയും തടഞ്ഞു നിർത്തിയിട്ട് മാളവികയുമാർ പിടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഈ ഓട്ടോക്കാരൻ ഇടയ്ക്ക് കയറിയപ്പോഴത്തേനും കത്തി എടുത്ത് പിടിപ്പിച്ചു. കേരള വണ്ടിക്കകത്തെന്ന് പറഞ്ഞ് പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി. എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാളവികയുമാർ തട്ടിക്കൊണ്ട് പോകുക കേട്ടോ ഒരു വണ്ടിയിൽ കയറ്റി. അപ്പോൾ ഈ ഓട്ടോക്കാരനാണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ ആകതായിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്നത് നവ്യാണ്, ഞാനൊരു മോഡലാണ്, പക്ഷേ ഇപ്പോൾ കണ്ണാടിയിൽ നോക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നു. സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പലതും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഒരു കഴിവില്ല എന്നുള്ളത് എനിക്ക് ഇപ്പം മനസ്സിലായെന്നും സൗന്ദര്യം പുറമേ അല്ല വേണ്ടത് ഉള്ളിലാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. കണ്ണാടിയിൽ നോക്കി നവ്യ. അപ്പോഴത്തേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു. അഭി അങ്ങ് വന്നപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ നോക്കി നിൽക്കാം. ഇനി ഇവളെന്തെങ്കിലും അറിഞ്ഞു കാണുമോ എന്നാൽ ഒരു പേടി അഭിക്ക്. അപ്പോൾ നവ്യ ഇങ്ങനെ നോക്കും കേട്ടോ. ഇവരെതിരെ ഒരു ആക്കിയ ചിരിയൊക്കെ ചിരിച്ച് അകത്തേക്ക് കയറി വരുന്നു. അല്ല എന്താ നവ്യേ? ഒന്നുമില്ല, നീ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. അത് പിന്നെ ഞാനൊരു മീറ്റിങ്ങിന് പോയതായിരുന്നേ. അല്ല നിന്നെ ആ മാളവിക വിളിക്കാൻ മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വിളിച്ചില്ല, എന്താ കാര്യം? അല്ല അവള് കമ്പനിക്കകത്ത് നിന്നുകൊണ്ട് ചാരപ്പണി ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അച്ഛനും ഡേവിഡ് സാറിനും ഒക്കെ. അച്ഛനോ? അയ്യോ ഡേവിഡ് അച്ചായെന്നാ ഞാൻ പറഞ്ഞതേ. നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അച്ഛനും ഡേവിഡ് സാറും എന്നാ നീ പറഞ്ഞത്. എന്താ ഇതിന് മുൻപും നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നവ്യ പറയും. അയ്യോ ഇനി അതിൻ്റെ പേരിൽ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എൻ്റെ നവ്യേ. ഞാൻ അച്ഛനെന്ന് വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് എനിക്കെന്താ കുഴപ്പമൊന്നും നവ്യോട് ചോദിക്കുവേ. അപ്പോൾ എനിക്കൊരു അച്ഛൻ ഉണ്ടായിരുന്നു, അയാളിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോ എന്ന് പോലും എനിക്കറിയില്ല എന്നും നവ്യയോട് അഭി പറയുകയാണ്. അപ്പം നല്ല പ്രായത്തിൽ
മുത്തശ്ശൻ തല്ലി ഇറക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ മാളവിക നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കൂട്ടത്തിലല്ലേ എന്ന് നവ്യ ചോദിക്കുമ്പം ആത്മാർത്ഥതയ്ക്കിടയിലും ചില തരികട പരിപാടി കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ തോറ്റുപോയത് എന്ന കാര്യം അഭി പറഞ്ഞു. അല്ല, ഇനി നിനക്ക് വേറൊരു കാര്യം അറിയോ? ഈ മാളവിക US പോകുന്നതിന് മുൻപ് മൂർത്തി ജ്വല്ലറിയിലെ ഡിസൈനർ ആയിരുന്നു. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആദർശായിരിക്കല്ലേ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുന്നു. AN ജ്വല്ലറിയുടെ ഉള്ളിൽ കയറി രഹസ്യങ്ങൾ ചോർത്താനായിട്ട് വ്യക്തമായ തെളിവില്ലാതെ നമ്മൾ ആരെയും സംശയിക്കാൻ പാടില്ല എന്ന് നവ്യ അന്നേരം പറഞ്ഞു. എനിക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നി തുടങ്ങിയിട്ട്. ഡേവിഡ് സാറും മറ്റു ചിലരും ഇതേപ്പറ്റി പറയുമ്പോഴും ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല എന്നും പറഞ്ഞ്, പക്ഷെ ഇപ്പോൾ അതിന് ശരിവെക്കുന്ന ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന കാര്യവും പറയാതെ. അപ്പോൾ എന്ത് തെളിവാണെന്ന് ചോദിച്ചു. അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, അതുകൊണ്ട് ചിലപ്പോൾ അവളെ എന്തും ചെയ്യുമെന്ന കാര്യവും പറഞ്ഞു. ചിലപ്പോൾ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വരെ ശ്രമിക്കുമെന്നും പറഞ്ഞപ്പോൾ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ദൈവത്തിന് പോലും പറ്റത്തില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്. അത് നിനക്ക് അറിയാവോ? അപ്പം നിനക്ക് എന്നോടുള്ള സ്നേഹം, വിശ്വാസം, അതാണ് എൻ്റെ കരുത്ത് എന്നൊക്കെ അഭി പറയുമ്പോൾ നവ്യ ഒന്ന് ചിരിച്ചു. അറിയാലോ, മൂർത്തി ജ്വല്ലറി ഇപ്പോൾ വിജയത്തിൻ്റെ പാതയിലാണെങ്കിലും AN ജ്വല്ലറി ഒട്ടും മോശമല്ല എന്ന്. ഞാൻ AN ജ്വല്ലറിയുടെ മാനേജറായത് ഇവിടെ പലർക്കും ദഹിക്കാത്ത കാര്യമാണ്. പിന്നെ അതുകൊണ്ട് നമ്മുടെ ജോലിയെ തകർക്കാനായിട്ട് അവിടേക്ക് വന്ന് കയറിയവളാണ് മാളവിക എങ്കിലും നമ്മളെ തെറ്റിക്കാനും അവൾ ശ്രമിക്കുമെന്ന് ഉറപ്പാണെന്ന് അഭി പറഞ്ഞു. പിന്നെ അതിന് ചിലപ്പോൾ ആദർശും നിൻ്റെ അനിയത്തിയൊക്കെ ഒരുപാട് പണം മുടക്കിയെന്നും വരുമെന്നും പറഞ്ഞ് അഭി അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അപ്പോൾ അഭി അങ്ങ് പോയി കഴിഞ്ഞപ്പം, നിന്നെ എനിക്ക് അറിയാടാ, നീ ആഗ്രഹിച്ചതുപോലെ മാളവിക നിൻ്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്നു കാണത്തില്ല. അതാണ് സംഭവിച്ചത്. പിന്നെ കാണിക്കുന്നത് മാളവികയെ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലമാട്ടോ. മാളവികയുടെ കൈയൊക്കെ പുറകിൽ കെട്ടിയിട്ടേക്കുന്നു. എന്നിട്ട് ഇങ്ങനെ മാളവികയ്ക്ക് വേണ്ടിയുള്ള കുരുക്കുവന്മാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഡേവിഡ് അങ്ങോട്ടേക്ക് വന്നു. ഡേവിഡ് വന്ന് മാളവികയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്നെ വിടുന്നു പറഞ്ഞിട്ട് മാളവിക കിടന്ന് കരയുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഡേവിഡിനെ കണ്ടപ്പോൾ സാർ എന്നും പറഞ്ഞു മാളവിക ഭയങ്കര പ്രതീക്ഷയോടുകൂടി വിളിച്ചു കേട്ടോ. അപ്പോൾ AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തിട്ട് നീ എല്ലാവരുടെയും ഹൃദയം കവർന്നു എന്നും, പിന്നെ മാളവിക കളക്ഷൻസ് കസ്റ്റമേഴ്സിനിടയിൽ ഒരു തരംഗം ഉണ്ടാക്കിയെന്നും ഈ ഡേവിഡ് പറയുക. പക്ഷേ എതിരാളികളുടെ സഹായത്തോടെയാണ് നീ ഒരു സ്റ്റാർ ആയതല്ലേ എന്ന് ചോദിച്ചപ്പം, അല്ല സാർ എന്ന് മാളവിക പറഞ്ഞപ്പം, എന്തിനാടി നീ ഇനിയും കള്ളം പറയുന്നതെന്ന് ഡേവിഡ് ചോദിക്കുക മാളവികയോട്. അപ്പം മാളവിക ഇങ്ങനെ നിൽക്കുന്നു. നിനക്ക് ഡിസൈനുകൾ വരച്ച നയനയല്ലേടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാളവിക നടുങ്ങി ഇങ്ങനെ നിൽക്കുവാണ്, പേടിച്ച് വിറച്ച്. അയ്യോ, ഞാനൊരു ഡിസൈനറാണ് സാറെന്ന് മാളവിക പറയുമ്പം, ആയിക്കോട്ടെ നീ ഒരു ഡിസൈനറാണ്, പക്ഷേ നിനക്ക് നയനയുടെ അത്രയും ഐഡിയകളും കാര്യങ്ങളും ഇല്ല എന്ന് ഇയാൾ പറഞ്ഞു. നീ അടുത്ത സമയത്തൊന്നും ഈ പണിയിട്ട് ചെയ്തിട്ടുമില്ല. വിവാഹം കഴിഞ്ഞു പോയതിന് ശേഷം ഇപ്പോൾ AN ജ്വല്ലറിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ നീ മനഃപൂർവ്വം അവിടെ കടന്നുകൂടിയതാണെന്നും ഡേവിഡ് പറയുമ്പോൾ മാളവികയ്ക്ക് പേടിയായി തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദർശ് എന്ന സൂത്രശാലി നിന്നെ അതിനു വേണ്ടി നിയോഗിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പം, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും മാളവിക ഡേവിഡിനോട് പറഞ്ഞു. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് AN ജ്വല്ലറിയിലേക്ക് വന്നതും അവിടെ ജോലി ചെയ്തതും എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നു നമ്മുടെ നാഗേന്ദ്രനെ കണ്ടപ്പോഴത്തേക്കും മാളവിക നടുങ്ങി. ആദ്യമായിട്ട് കാണുമല്ലേ, ആ ഒരു ഫോട്ടോയിലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ കുരുക്കൊക്കെ ഒരുക്കി ഇങ്ങനെ എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ വന്ന് മാളവികയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മാളവികയ്ക്ക് ശരിക്കും പേടിയായി. കൊല്ലാൻ കൊണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു. ഞാൻ നാഗേന്ദ്രൻ എന്നും പറഞ്ഞു ഭയങ്കര വലിയ ഡയലോഗ്. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എതിരാളികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് എൻ്റെ ഒരു രീതി എന്നീ നാഗേന്ദ്രൻ മാളവികയോട് പറയുക. ഞാനാണ് ശരിക്കും ആദർശ തേടുന്ന ആൾ എന്നും നാഗേന്ദ്രൻ മാളവികയോട് പറഞ്ഞു. AN ജ്വല്ലറിയുടെ യഥാർത്ഥ MD ഞാനാണെന്നും പറഞ്ഞ് മുതലാളി ഞാനാണെന്നൊക്കെ പറഞ്ഞ് വലിയ എന്താ പറയുക ഹൈപ്പൊക്കെ കൊടുത്ത് ഇങ്ങനെ മാളവികയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു. ഇവള് ചാരപ്പണി ചെയ്തിട്ടില്ലെന്നാണ് സാർ പറയുന്നത് ഡേവിഡ് പറഞ്ഞപ്പം, ചിലപ്പോൾ അത് ശരിയായിരിക്കും, ഞങ്ങളത് വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മൊബൈൽ എടുത്തിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക. ആ സമയത്ത് ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതൊന്നുമല്ല, ഇത് ശരിക്കും നടന്നതാണെന്ന് നാഗേന്ദ്രൻ പറയുക. അത് പിന്നെ ഞാൻ നേരത്തെ മൂർത്തി ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന ആളാണെന്നും പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറയാം മാളവിക. അപ്പോൾ ആദർ സാറിനെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടതാണെന്നൊക്കെ പറയുമ്പം നീ ഇനി എത്ര കള്ളം പറയാൻ ശ്രമിച്ചാലും നീ രക്ഷപ്പെടില്ല എന്ന് നാഗേന്ദ്രൻ മാളവികയോട് പറയൂ കേട്ടോ. കാരണം ഞാൻ ആരാണെന്നും AN ജ്വല്ലറിയുടെ യഥാർത്ഥ മുതലാളി ആരാണെന്നും നിന്റെ മുന്നിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു എന്ന് നാഗേന്ദ്രൻ മാളവികയോട് പറയണം. അതുകൊണ്ട് ഇനി നിന്റെ നാവിൽ നിന്ന് മറ്റൊരാൾ അതറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ മാളവിക പേടിച്ചു. എടോ ഡേവിഡേ, ഇവളുടെ വിധി അങ്ങ് നടപ്പിലാക്കാം അല്ലേ എന്ന് ചോദിക്കുമ്പം നടപ്പിലാക്കാമെന്ന് പറഞ്ഞു.
കയറ് റെഡിയല്ലേ എന്ന് ചോദിച്ചു. റെഡിയാണ് സാർ എന്ന് പറഞ്ഞു. മരുന്ന് മാളവികയെ കഴുത്തിൽ കുരുക്കിട്ട് അതിനെ കൊല്ലാൻ നോക്കുമ്പോഴേക്ക് എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു മാളവിക ഇങ്ങനെ കരയുക. ആ സമയത്ത് നിന്നെ ഒന്ന് ഇതാക്കാൻ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ പറയുന്നു. സാധാരണ കൊടും ക്രിമിനലുകളെ ചെയ്യുന്നത് പോലെ തൂക്കിലേറ്റുകയാണെന്ന് പറഞ്ഞു. സാർ പ്ലീസ് സാർ എന്ന് പറഞ്ഞ് മാളവിക നിന്ന് കരയുമ്പം അതിനധികം സമയമൊന്നും വേണ്ടാന്ന് ഈ നാഗേന്ദ്രൻ പറയുന്നു. ശരിക്കും നിന്നെയൊക്കെ വേദന അറിയിച്ചു കൊല്ലേണ്ടതാ, പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. വലിയടാന്ന് പറഞ്ഞു. കഴുത്തിൽ കുരുക്കിട്ട് വലിപ്പിക്കുകയുമാരെ കൊണ്ട് മാളവിക ഇങ്ങനെ വലിച്ചിങ്ങനെ പൊക്കാൻ നോക്കിയപ്പോഴേക്കും അവൻ്റെ അടപ്പ് തെറിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഒരു സാധനം അവൻ്റെ ദേഹത്തേക്ക് അവൻ പോയി മലർന്നടിച്ച് അങ്ങ് വീണു. ആ സമയം കൊണ്ട് അവിടെ എത്തേണ്ടവരെത്തി. വേറെ ആരും അല്ല, നമ്മുടെ ആദർശ് ഓടി വന്ന് മാളവികയുടെ കഴുത്തിലുണ്ടായിരുന്ന കുരുക്ക് ഊരിയെടുത്തു. പിന്നെ അവിടെയുള്ള ഓരോരുത്തന്മാരെ അടിച്ച് ചവിട്ടി കൂട്ടി. ആ ഡേവിഡ് എന്ന് പറയുന്നവൻ്റെ അടിതാവി നോക്കി കൊടുത്തു. അവൻ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ കിടന്നു. പിന്നെ അവിടെ നടന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ ഷോ കാണിച്ച് നിന്നവന്മാരുടെയൊക്കെ പരിപ്പെടുക്കുക. അപ്പം നീയൊക്കെ ഇത് ചെയ്യുമെന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ അറിഞ്ഞതാടാ എന്ന് നമ്മുടെ ആദർശ് പറയാം. അതുപോലെ മാളവികയ്ക്ക് പിന്നാലെ എൻ്റെ ആൾക്കാരും ഉണ്ടായിരുന്നു എന്നും ആദർശ് ഡേവിഡിൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് പറയുവാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് നീയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്ന കരുതിയില്ലെന്നും പറഞ്ഞ് അവൻ്റെ ചങ്ക് നോക്കി തന്നെ ആദർശ് കൊടുക്കുക കേട്ടോ. അങ്ങനെയല്ല പുഷ്പം പോലെ മാളവികയും രക്ഷിച്ച് നമ്മുടെ ആദർശ് അവിടുന്ന് പോരുവാണ്. ഈ സമയത്ത് ഇനി ആദർശ് മാളവികയിൽ നിന്നും സത്യങ്ങളെല്ലാം അറിയാൻ പോവുകയാണ്. നാഗേന്ദ്രൻ എന്ന് പറയുന്നവനാണ് ഇതിൻ്റെ യഥാർത്ഥ മുതലാളിയെന്നും അവനാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയതെന്നും എല്ലാ കാര്യങ്ങളും. എന്തായാലും വലിയ ആൾ കളിച്ച് വന്ന് നല്ല ഹൈപ്പൊക്കെ കൊടുത്തു നിന്ന് ഭയങ്കര ഷോ ഓഫൊക്കെ ഇറക്കി വെച്ച് പോയതാണ്. പക്ഷെ അത്രയ്ക്ക് അങ്ങ് ഏറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരുടെയും പണി എളുപ്പമാക്കി കൊടുത്തു നാഗേന്ദ്രൻ തന്നെ. എല്ലാത്തിനും അടിച്ച് നേരപ്പാക്കി മാളവികയും കൊണ്ട് അന്തസ്സായി ഇറങ്ങിപ്പോരുന്ന നമ്മുടെ ആദർശ്. എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അബി. ഇനി ഇതിൽ നിന്ന് നവ്യയാണ് അടുത്ത കളി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയരുതിട്ടോ. ഇനിയിപ്പോൾ ആദർശവും നാഗേന്ദ്രനും നേർ കാണുന്ന ഒരു കാഴ്ച കൂടി, അതുപോലെ പരസ്പരം വെല്ലുവിളിക്കുന്ന കാഴ്ചകൾ കൂടി കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിച്ചേക്കർ. ബൈ ബൈ. ടാറ്റാ.